Good morning, students. Third question. Reduce the following game by dominance and find the value of game. We have already discussed the first methods of mixed strategy, algebraic method or probabilistic method. Already discussed in the two question. Then third question. Reduce the following game by dominance and find the value of game. Player A, player B. First, second, third, fourth. Then first, second, third, fourth. So column wise, first 3, 3, 4, 0. Second 2, 4, 2, 4. Third 4, 2, 4, 0. Fourth 0, 4, 0, 8. So once more the question. Reduce the following game by dominance and find the value of game. Player A and player B. Value 3, 3, 4, 0, 2, 4, 2, 4, 4, 2, 4, 0, 0, 4, 0, 8. And the solution. There are no saddle point. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് അതിനകത്ത് എന്തില്ല, സാഡിൽ പോയിന്റ് ഇല്ല. അത് നിങ്ങൾ കണ്ടെത്തണേ. മിക്സഡ് ആണോ പ്യുവർ ആണോ എന്നൊന്നും ക്വസ്റ്റ്യനിൽ തരില്ല. സാഡിൽ പോയിന്റ് ഉണ്ടോ നോക്കണം. റോയുടെ മിനിമം എടുക്കുക, കോളത്തിന്റെ മാക്സിമം എടുക്കുക. റോയുടെ മിനിമം ഫസ്റ്റ് റോയുടെ മിനിമം എടുക്കുമ്പോൾ 0, സെക്കൻഡ് റോയുടെ മിനിമം 2, തേർഡ് റോയുടെ മിനിമം 0, ഫോർത്ത് റോയുടെ മിനിമം 0. അപ്പോൾ 0, 2, 0, 0 എന്ന് കിട്ടും. ഇനി കോളത്തിന്റെ മാക്സിമം എടുക്കുക. ഫസ്റ്റ് കോളത്തിന്റെ മാക്സിമം 4, സെക്കൻഡ് കോളത്തിന്റെ മാക്സിമം 4, തേർഡ് കോളത്തിന്റെ മാക്സിമം 4, ഫോർത്ത് കോളത്തിന്റെ മാക്സിമം 8. അപ്പോൾ 4, 4, 4, 8. കോളത്തിന്റെ മാക്സിമം 4, 4, 4, 8. റോയുടെ മിനിമം 2, 0, 2, 0, 0. അപ്പോൾ അതെവിടെയെങ്കിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? മിനി മാക്സ് മാക്സിമിനോ? ഇല്ല. അപ്പോൾ മിനി മാക്സ് എന്ന് പറയുന്നത് 2 ആ കിട്ടുക. മാക്സിമിൻ എന്ന് പറയുന്നത് 8, മാക്സിമിൻ എന്ന് പറയുന്നത് 4 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഒരിക്കലും അതിന് 2, 4 അത് ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സാഡിൽ പോയിന്റ് ഇല്ല എന്ന് പറയാം. അപ്പോൾ അത് കണ്ടപാട് നമുക്ക് മനസ്സിലാവും ദർ ഈസ് നോ സാഡിൽ പോയിന്റ് ഇല്ല. വി ക്യാൻ അപ്ലൈ പ്രോബബിലിറ്റി മെത്തേഡ്. സാഡിൽ പോയിന്റ് ഇല്ലെങ്കിൽ ആൽജിബ്രിക് മെത്തേഡ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിക്ക് മെത്തേഡ് അപ്ലൈ ചെയ്യും. ഫേം പ്ലെയർ എസ് ഓൾ എലിമെന്റ്സ് ഇൻ റോ 1 ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ 2. അപ്പോൾ നമുക്ക് ആദ്യം റോ ഇതുപോലെ തന്നെ എഴുതാം. നമുക്ക് ആദ്യം റോന്റെ ബേസിൽ ചെയ്യാം. റോയുടെ ബേസിൽ എന്ന് പറഞ്ഞാൽ റോ 1 ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ 3. റോ 1ഉം റോ 1 എന്ന് പറയുന്നത് എന്താ? 3, 2, 4, 0. ക്വസ്റ്റ്യൻ നോക്കൂ. 3, 2, 4, 0. ആ റോവിനെ കാണാം കൂടുതൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ 3 അല്ലേ? റോ 1നെ കാണാം അല്ലെങ്കിൽ റോ 3നെ കാണാം കുറവായിട്ടുള്ള വാല്യൂ ആണ് എല്ലാത്തിലും എന്തിലുള്ളത്? റോ 1ലുള്ളത്. അപ്പൊ റോ 3യുടെ വാല്യൂ ടീച്ചർ വായിക്കാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. റോ 3യുടെ വാല്യൂ നോക്കൂ. 4, 2, 4, 0. റോ 3യുടെ വാല്യൂ 4, 2, 4, 0. റോ 1ന്റെ വാല്യൂ നോക്കൂ. 3, 2, 4, 0. 3, 2, 4, 0. റോ 3, 4, 2, 4, 0. അപ്പോൾ റോ 3നെ കാണാം എല്ലാം വാല്യൂ കുറവാണ്. ആര്? റോ 1 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് പറയാം. ഓൾമോസ്റ്റ് ഈക്വൽ ആണ് 3ഉം 1ഉം. റോ ഓൾമോസ്റ്റ് ഈക്വൽ ആണ് അല്ലെങ്കിൽ 3ഉം 1ഉം ഓൾമോസ്റ്റ് അതിനേക്കാളും ലെസ് ദാൻ ആണ്. 1 3നേക്കാളും കുറവാണ്. അതുപോലെ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഡോമിനൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. കാരണം റോ ഓഫ് മെട്രിക്സ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോവും കോളവും ചുരുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ഉള്ളതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യും. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്ലെയർ എ ഓൾ എലിമെന്റ്സ് ഇൻ ദ റോ 1 ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ 3. റോ 3നേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആണ് റോ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ക്യാൻ ഡിലീറ്റ് ദ റോ 1. അങ്ങനെയാണ് റോ 1 എന്ത് ചെയ്യും? നമ്മൾ ഡിലീറ്റ് ചെയ്യും. റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ടിയിട്ടാണ് റോ 1 ഡിലീറ്റ് ചെയ്യും. റോ 1 ഡിലീറ്റ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ദ മെട്രിക്സ് ഈസ് ഗിവൺ ബിലോ. റോ 1 ഉണ്ടാവില്ല ഇനി. മനസ്സിലായി? റോ 1 ഡിലീറ്റ് ചെയ്തേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മെട്രിക്സ് എഴുതാം. പ്ലെയർ എ, പ്ലെയർ ബി. റോ 1 ഉണ്ടാവോ? 2, 3, 4. 1, 2, 3, 4 കോളം അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ റോ 1 ഇല്ല. ഇനി റോ 2ലുള്ള വാല്യൂ 3, 4. അപ്പോൾ റോ 3ലുള്ള വാല്യൂ 3,
റോ 2ലുള്ള വാല്യൂ 3 4 2 4 നേരെ വായിക്കുകയാണ്. റോ 3ലുള്ള വാല്യൂ 4 2 4 0. റോ 4ലോ 0 4 0 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ നമ്മൾ ക്യാൻസൽ ചെയ്ത്, കാരണം തേർഡ് റോവും ഫസ്റ്റ് റോവും ഓൾമോസ്റ്റ് ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. അടുത്ത എന്താണ്? ഫ്രം ദ പ്ലേയേഴ്സ് ബീസ് പോയിന്റ് ഓഫ് വ്യൂ ഓൾ എലിമെന്റ്സ് ഇൻ ഫസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോളം 3. ഇനി നമുക്ക് ഒരു റോ നമ്മൾ ക്യാൻസൽ ചെയ്ത്, കോളം ഇപ്പം എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. ഇനി ഒരു കോളം നമുക്ക് ക്യാൻസൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. സോ പ്ലെയർ ബി പോയിന്റ് ഓഫ് വ്യൂ ഓൾ എലിമെന്റ്സ് ഇൻ ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലിമെന്റ്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോളം 3. കോളം 3നേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ then can eliminate column 1. നമുക്ക് കോളം 1 എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. റിക്വയർഡ് ദ മാട്രിക്സ്. അപ്പം നമ്മൾ കോളം 1 എലിമിനേറ്റ് ചെയ്ത്, കോളം 1 എലിമിനേറ്റ് 3 4 0 എന്നുള്ള ഈ കോളം എലിമിനേറ്റ് ചെയ്ത്. കാരണം കോളം എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഉള്ളതായിരിക്കണം എലിമിനേറ്റ് ചെയ്യേണ്ടത്. റോ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഉള്ളതായിരിക്കണം. ശ്രദ്ധിക്കണം, നമുക്ക് റോ ആണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ റോ മറ്റുള്ള ബാക്കിയുള്ള അവിടെ നിലനിൽക്കുന്ന റോവിനേക്കാളും കുറവായിരിക്കണം. ഇനി കോളമാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഇതിനെ കമ്പയർ ചെയ്യുമല്ലോ, 2 വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ 2 വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കൂടുതൽ വാല്യൂ വരുന്ന കോളം നമ്മൾ എലിമിനേറ്റ് ചെയ്യും. കാരണം കോളം മാക്സിമോ റോ മിനിമോ ആണ് എടുക്കുക. അതുകൊണ്ടാണ് കോളം മാക്സിമോ റോ മിനിമോ ആണ് എടുക്കുക. അപ്പോൾ മിനിമം റോ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കോളത്തിന്റെ മാക്സിമം എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ക്വസ്റ്റ്യനിലെ 1ഉം 3ഉം 2 എണ്ണമാണ് നമ്മൾ കമ്പയർ ചെയ്തത്. നേരത്തെ റോ കമ്പയർ ചെയ്ത് തന്നെ കോളവും കമ്പയർ ചെയ്യണേ. അപ്പോൾ റോ 1ഉം 3ഉം കമ്പയർ ചെയ്ത്, ഇവിടെയും 1ഉം 3ഉം കമ്പയർ ചെയ്ത്. 1ന്റെ വാല്യൂ നോക്കൂ കോളത്തിലെ 3 4 0. 3യുടെ വാല്യൂ നോക്കൂ കോളത്തിലെ 2 4 0. ഏതാ കൂടുതൽ? ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ ഏതാ വരുന്നത്? ഫസ്റ്റ് കോളം അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യും, കാരണം മാക്സിമം കോളത്തിന്റെ മാക്സിമം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോളം 3, ദെൻ എലിമിനേറ്റ് കോളം 1. ഫസ്റ്റ് കോളം 1 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് മാട്രിക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ പ്ലെയർ എയും പ്ലെയർ ബിയും 2ലാണ് തുടങ്ങുന്നത്. 2 3 4. പ്ലെയർ ബിയും 2 3 4, കാരണം കോളം 1 എലിമിനേറ്റ് ചെയ്ത്. വാല്യൂ അതുപോലെ തന്നെ എടുക്കുക, വാല്യൂവിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. 4 2 4 2 4 0 4 0 8. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മാട്രിക്സ് നോ സിംഗിൾ റോ ഓർ column dominates another rows or column, hence we consider the average column 3 and 4. എന്നിട്ട് കാരണം നമുക്ക് മാട്രിക്സിൽ എന്താ പാടുള്ളൂ? 2 × 2 അല്ലേ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഏവറേജ് എടുക്കുകയാണ്. കോളം 3ൻ്റെയും കോളം 4ൻ്റെയും ഏവറേജ് എടുക്കുകയാണ്. കോളം 3ൻ്റെയും കോളം 4ൻ്റെയും ഏവറേജ് എടുക്കുകയാണ്. അപ്പോൾ കോളം 3ഉം 4ഉം കൂടി ആഡ് ചെയ്യാം. സോ 3 4 2 + 4 ഡിവൈഡ് ബൈ 2. ഇനി അടുത്ത 4 + 0 ഡിവൈഡ് ബൈ 2. 0 + 8 ഡിവൈഡ് ബൈ 2. ഏവറേജ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. സോ 2 + 4 6 ഡിവൈഡ് ബൈ 2. 4 + 0 4 ഡിവൈഡ് ബൈ 2. 0 + 8 8 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് വാല്യൂ എന്തൊക്കെ കിട്ടും? കോളം 3ഉം കോളം 4ഉം കൂടി ഏവറേജ് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 3ഉം 2ഉം 4ഉം കിട്ടും. കിട്ടിയല്ലോ? 3 2 4. നെക്സ്റ്റ്, the column 2 dominate the average of column 3 and 4. Hence delete column 2. അപ്പോൾ നമുക്ക് കോളം 2ന്റെ വാല്യൂ കോളം 3ഉം 4ഉം കൂടി വെച്ചിട്ട് നോക്കുമ്പോൾ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കോളം 2 എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. കോളം 2 ഡിലീറ്റ് ചെയ്യാം. Likewise, we want to depend on an average column 3 and column 4 rows. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ഓൺ റോ 3 ആൻഡ് റോ 4. നമുക്ക് റോ 3ഉം റോ 4ഉം മാത്രമായിട്ട് എടുക്കാം. കാരണം കോളം 3ഉം കോളം 4ഉം മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം കോളം 3യുടെയും കോളം 4ൻ്റെയും ഏവറേജ് എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 2 4 എന്ന് കിട്ടി. 3 2 4 കിട്ടിയല്ലോ. അപ്പോൾ 3 2 4 എന്ന് പറയുന്നത് 4 2 4നേക്കാളും 4 2 4 എന്ന് പറയുന്ന വാല്യൂ ആണ് കോളം 2 ഉണ്ടായിരുന്നത്. 4ഉം 2ഉം 4ഉം. നമുക്ക് 3ഉം 4ഉം കൂടി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കോളത്തിന്റെ വാല്യൂ കിട്ടി 3 2 4.
അപ്പോൾ 3, 2, 4 എന്ന് പറയുന്ന ആ വാല്യൂവിനേക്കാണ് കൂടുതലാണ് കോളം 2 അല്ലേ. 3, 2, 4 കൂടുതലല്ലേ, 4, 2, 4. അപ്പം വാല്യൂ കൂടുതലുള്ള ഒരു കോളത്തിനെയും കൂടി നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടിട്ട്. അപ്പോൾ കോളം 2 എന്ന് പറയുന്ന കോളം നമ്മൾ എലിമിനേറ്റ് ചെയ്യും. 4, 2, 4 എന്ന് പറയുന്ന കോളം 2 നമ്മൾ എലിമിനേറ്റ് ചെയ്യും. കോളം 2 എലിമിനേറ്റ് ചെയ്തുകൊണ്ട് റോയുടെ 2 എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യണം. കാരണം മെട്രിക്സ് അങ്ങനെ പ്രത്യേകമുണ്ട്. കോളം 2 എലിമിനേറ്റ് ചെയ്താൽ റോ 2 എലിമിനേറ്റ് ചെയ്യണം, കോളം 1 എലിമിനേറ്റ് ചെയ്താൽ റോ 1 എലിമിനേറ്റ് ചെയ്യണം. അതാണ് മെട്രിക്സ്. Then column 2 dominate the average of column 3 and column 4. Hence delete column 2. കാരണം കോളം 3യുടെയും മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ, കോളം 3യും കോളം 4ഉം കൂട്ടിയപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. എത്ര? 3, 2, 4 കിട്ടി. ഈ 3, 2, 4 എന്ന് പറയുന്നത് കോളം 2യുടെ വാല്യൂവിനേക്കാളും കുറവാണ്. അല്ലെങ്കിൽ കോളം 2വിനാണ് കോളം 3യും കോളം 4ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവിനേക്കാളും കൂടുതൽ കിട്ടിയത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോളം വൈസ് ചെയ്യുമ്പോൾ മാക്സിമം ആണ് ഡിലീറ്റ് ചെയ്യുക. കാരണം 2 പറ്റുള്ളൂ, അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോളം 2 നമ്മൾ ഡിലീറ്റ് ചെയ്യും. 4, 2, 4 എന്ന് പറയുന്ന കോളം 2 ഡിലീറ്റ് ചെയ്യും. കോളം 2 ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ റോ 2 എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. എന്നാലേ മെട്രിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് പറയുന്നത്? കോളം 2 ഡോമിനേറ്റ് ദ ആവറേജ് ഓഫ് കോളം 3 ആൻഡ് കോളം 4. ഹെൻസ് ഡിലീറ്റ് കോളം 2. Likewise, we want to depend on average of column 3 and column 4 rows. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആവറേജ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? റോയുടെ കോളം 3യും കോളം 4ഉം റോ കാൽക്കുലേറ്റ് ചെയ്യാം. കോളം 3 എന്ന് പറയുന്നത് 2 + 4 + 0 അല്ലേ, സോറി, കോളം 3യും കോളം 4ൻ്റെയും നമുക്ക് വേണേൽ ആവറേജ് കാണാം. 4 + 0 / 2 കിട്ടും. അതുപോലെ 0 + 8 / 2 4 കിട്ടും. അപ്പോൾ കോളം 3യും കോളം 4ഉം കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടി. അതുപോലെ റോ 3യും റോ 4ഉം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, റോ 3യും റോ 4ഉം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് റോ ചെയ്യുകയാണെങ്കിൽ റോ 3 and 4ൻ്റെ ആവറേജ് കിട്ടുക 2ഉം 4ഉം ആണ്. ഇതവിടെ ചെയ്തിട്ട് 2ഉം 4ഉം ആണ് കിട്ടുക. നിങ്ങൾ വേണമെങ്കിൽ റോൻ്റെ ആവറേജ് ചെയ്ത് നോക്കിയാൽ മതി. 2ഉം 4ഉം ആണ് കിട്ടുക. അപ്പോൾ 2, 4 എന്ന് പറയുന്ന ഫിഗർ നമ്മളുടെ സെക്കൻഡ് റോവിനെ കാണും, അല്ലെങ്കിൽ സെക്കൻഡ് റോവിനെ കാണും, അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതലാണ്, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു ആണെന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ നമുക്ക് ആ കോളത്തെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. സോ റോ 2 ഡോമിനൻസ് ദ ആവറേജ് ഓഫ് റോ 3 ആൻഡ് റോ 4. നിങ്ങൾ ഇങ്ങനെയൊന്നും ഓർമ്മിക്കണമെന്നില്ല. കോളം 2 ഇല്ലെങ്കിൽ റോ 2 ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോളം 2ഉം കോളം റോവും ഉണ്ടാവില്ല. അത് രണ്ടും ഡിലീറ്റ് ചെയ്ത്. സോ ഡിലീറ്റ് റോ 2 നമ്മൾ ഡിലീറ്റ് ചെയ്ത് ദെൻ വി ഗെറ്റ് 2 × 2 മെട്രിക്സ്. എല്ലാം ഡിലീറ്റ് ചെയ്തപ്പോൾ ഇപ്പം 2 × 2 മെട്രിക്സ് ആണ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് വെച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. 2 × 2 മെട്രിക്സ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പം എന്തെല്ലാം ഉണ്ട്? കോളം 3 ഉണ്ട്, കോളം 4 ഉണ്ട്, റോ 3 ഉണ്ട്, റോ 4 ഉണ്ട്. Matrix and apply probability method to find out the value of game. Reduce the matrix is player A, player B, 3 4 ഉണ്ട്, column 3 4 ഉണ്ട്. 4 0 0 8 നമുക്ക് കിട്ടി. സോ ദർ ഈസ് നോ സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല. കാരണം 0 സാഡിൽ പോയിന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നിൻ്റെ റോയുടെ മിനിമം എന്ന് പറയുന്നത് 0ഉം കോളത്തിൻ്റെ മിനിമം എന്ന് പറയുന്നത് 4ഉം ആവും. അപ്പോൾ സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല. സാഡിൽ പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്യാം. സോ പ്രോബബിലിറ്റീസ് ഓഫ് എ ഈസ് ഈക്വൽ ടു പി ആൻഡ് 1 - p. ഓരോന്നിൻ്റെ വാല്യൂ എഴുതാം. എ ഈസ് ഈക്വൽ ടു 4, ബി ഈസ് ഈക്വൽ ടു 0, സി ഈസ് ഈക്വൽ ടു 0, ഡി ഈസ് ഈക്വൽ ടു 8. ABCD 4 എണ്ണമാണ് ABCD. So P is equal to D minus C divided by A plus D minus B plus C is equal to 8 minus 0 divided by 4 plus 8 minus 0 plus 0 is equal to 8 divided by 12 is equal to 2/3. ഇനി പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? 1 minus p കാൽക്കുലേറ്റ് ചെയ്യണം. അറിയാലോ. സോ 1 minus p is equal to 1 minus 2/3. സോ 1 എന്ന് പറയുമ്പോൾ 3/3 minus 2/3 is equal to 1/3. So next probability B is Q and 1 minus Q. Qയുടെ equation നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. D minus B divided by A plus D minus B plus C is equal to 8 minus 0 divided by 4 plus 8 minus 0 plus 0 is equal to 8 divided by 12 is equal to 2/3. So 1 minus Q is equal to 1 minus 2/3 is equal to 3/3 minus 2/3 is equal to 1 minus 3.
So expected value of game or V is equal to AD minus BC divided by A plus D minus B plus C is equal to 4 into 8 minus 0 into 0 divided by 4 plus 8 minus 0 plus 0 is equal to 32 divided by 12. 32 divided by 12 is equal to 8 divided by 3. 32 divided by 12 നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ 8 divided by 3 കിട്ടും. സോ ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ദർ ഈസ് നോ സാഡിൽ പോയിന്റ് ആണ്. പ്രോബബിലിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്യും. പ്ലെയർ എസ് ഓൾ എലിമെന്റ്സ് ഇൻ റോ 1 ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ 3. അപ്പം അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഓൾമോസ്റ്റ് ഏതാണോ ഈക്വൽ ആയിട്ടുള്ളത് നോക്കിയിട്ട് ചെയ്യണേ. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ഓൾമോസ്റ്റ് ഈക്വൽ ആയത് മാത്രം നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ 1ഉം 2ഉം 3ഉം നോക്കുമ്പോൾ 3 ആണ് ഓൾമോസ്റ്റ് ഈക്വൽ ആയത്. കാരണം 0 0 4 4 പിന്നെ ഒരു വാല്യൂവിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 3ഉം 2ഉം ഉള്ള ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആയത് മാത്രമേ എലിമിനേറ്റ് ചെയ്യാറുള്ളൂ. സോ ദാൻ ഈക്വൽ ടു റോ 3. അപ്പോൾ വി ക്യാൻ ഡിലീറ്റ് ദ റോ 1, റെഡ്യൂസ് ദ മാട്രിക്സ്. 1 പോയി, 1 റോ പോയി. റോ 2ഉം 3ഉം 4ഉം ഉള്ളൂ. കോളം അതുപോലെ തന്നെയുണ്ട്, നമ്മൾ വാല്യൂ എഴുതി. നെക്സ്റ്റ് ഫ്രം ദ പ്ലെയേഴ്സ് ബി. എയുടെ കേസിൽ പോയാൽ ബിക്കും പോകണം അതുപോലെ തന്നെ. എന്താണ് റോ വൈസ് പോയാൽ കോളം വൈസും പോകണം. ഫ്രം പ്ലെയേഴ്സ് ബി പോയിന്റ് ഓഫ് വ്യൂ ഓൾ എലിമെന്റ്സ് ഇൻ ഫസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോളം 3. കോളം 3 കൂടുതലാണ് കോളം 1. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ എലിമിനേറ്റ് ദ കോളം 1. റിക്വയർഡ് മെട്രിക്സ് ഈസ്. അപ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടി. അപ്പോൾ 2 കോളവും റോവും ഓരോ സെക്ഷൻ പോയി. ഇപ്പം 2 3 4 2 3 4 ഉള്ളൂ. വാല്യൂ 2 4 4 2 4 2 4 0 4 0 8. സോ മെട്രിക്സ് നമ്പർ single row or column dominates another row or column. Hence we consider the average of column 3 and 4. നമുക്ക് അതുകൊണ്ട് തന്നെ ആവറേജ് എടുത്തു നോക്കാം. ആവറേജ് കോളത്തിന്റെ 3ഉം 4ന്റെ ആവറേജ് എടുക്കുക. 2 + 4 / 2, 4 + 0 / 2, 0 + 8 / 2. അങ്ങനെ നമുക്ക് വാല്യൂ 3 2 4 എന്ന് കിട്ടി. 3 2 4 എന്ന് വാല്യൂ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കോളം 2 ദ ആവറേജ് കോളം ഓഫ് 3 and 4. കോളം ആവറേജ് 3 and 4ൽ 3 2 4 എന്ന് കിട്ടിയപ്പോൾ കോളം 2 എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. കാരണം കോളം 2 ആണ് കൂടുതൽ. അപ്പോൾ 3ഉം 4ഉം വെച്ചിട്ട് കോളം 4 നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഹെൻസ് ഡിലീറ്റ് കോളം 2. Likewise, we want to depend on average of column 3 and row 3 and row 4. ഇതേപോലെ തന്നെ റോ 3ഉം റോ 4ഉം കാണുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുക. റോ 3 and 4ന്റെ വാല്യൂ കിട്ടുക 2, 4 കിട്ടും. സോ റോ 2 ഡോമിനേറ്റ് ദ ആവറേജ് ഓഫ് റോ 3 and റോ 4. ഇപ്പം ഡോ 4നും ഡോ 3നേക്കാളും കുറവ് വാല്യൂ റോ 2നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ കുറവ് വാല്യൂ ഉള്ള റോ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ കുറവ് വാല്യൂ ഉള്ള റോ എന്ന് പറയുന്നത് റോ 2 ആണ്, അത് എലിമിനേറ്റ് ചെയ്യും. സോ ഡിലീറ്റ് റോ 2. സിമ്പിളായിട്ട് പറഞ്ഞാൽ കോളം 2 എലിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റോ 2ഉം എലിമിനേറ്റ് ചെയ്യണം. Then we get 2 into 2 matrix and apply probability method to find out the value of game. Reduce the matrix. Player A 3ഉം 4ഉം, player B 3ഉം 4ഉം ഉള്ളൂ. 4 0 0 8. There is no saddle point. Probabilities of A is equal to P and 1 minus P. A 4, B 0, C 0, D 8. P is equal to D minus C divided by A plus D minus B plus C is equal to 8 minus 0 divided by 4 plus 8 minus 0 plus 0 is equal to 8 divided by 12 is equal to 2 divided by 3. അപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ 2/3 കിട്ടി. ഇനി 1 minus P 1 minus 2/3 is equal to 3/3 minus 2/3 is equal to 1 minus 3. Next probability B is Q and 1 minus Q. So Q is equal to D minus B divided by A plus D minus B plus C is equal to 8 minus 0 divided by 4 plus 8 minus 0 plus 0 is equal to 8 divided by 12 is equal to 2/3. 1 minus Q is equal to 1 minus 2/3 is equal to 1/3. So next നമുക്ക് expected value of game P is equal to AD minus BC divided by A plus D minus B plus C is equal to 4 into 8 minus 0 into 0 divided by 4 plus 8 minus 0 plus 0. So is equal to 32 divided by 12. കാണുന്നില്ല, നിങ്ങൾ എഴുതണേ.
32 divided by 12 is equal to 8 divided by 3. ഇത്രയാണ്. ഇങ്ങനെ ചുരുക്കിയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? മെട്രിക്സിന്റെ സൈസ് കുറച്ച് കൊണ്ടുവരാം. ആ സൈസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ ഒരു ഹോംവർക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. ഹോംവർക്ക് 4, ക്വസ്റ്റ്യൻ 4 ആണ്. ഫ്രം ദ ഫോളോയിങ് പേ ഓഫ് മെട്രിക്സ് ഫൈൻഡ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഈച്ച് പ്ലെയർ ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഗെയിം. പീസ് പേ ഓഫ് മെട്രിക്സ് ടാബിൾ TABLE ഉണ്ട്, എല്ലാം TABLE ആണ്. ടാബിൾ ഈസ് ഗിവൺ ബിലോ. സോ പ്ലെയർ P 1 2 3 ഉണ്ട്, പ്ലെയർ Q 1 2 3 ഉണ്ട്. സോ കോളം വൈസ് ആണ് വായിക്കുന്നത്. ഫസ്റ്റ് കോളം -10 10 10, സെക്കൻഡ് കോളം 20 -20 -25, തേർഡ് കോളം 25 -20 25. From the following pair of metrics, find the best strategy for each player and the value of the game. പേ ഓഫ് മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജി, ഓരോ പ്ലെയറുടെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി കാൽക്കുലേറ്റ് ചെയ്യാനും അവരുടെ വാല്യൂ ഓഫ് ഗെയിം കാൽക്കുലേറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. പിയുടെ പീസ് പേ ഓഫ് മെട്രിക്സ് ടേബിൾ താഴെ തന്നിട്ടുണ്ട്. പ്ലെയർ പിക്ക് 3 സ്ട്രാറ്റജി ഉണ്ട്, 1 2 3. പ്ലെയർ ക്യൂന് 3 സ്ട്രാറ്റജി ഉണ്ട്, 1 2 3. അപ്പോൾ പ്ലെയർ ക്യൂയുടെ കോളം വൈസ് ആണ് വായിക്കുന്നത്. ഫസ്റ്റ് -10 10 10, പ്ലെയർ 2 Q base player 2 20 -20 -25, 3 column or third column 25 -20 -25. ഞാൻ നിങ്ങൾക്ക് ആൻസർ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കണം. പിയുടെ വാല്യൂ കിട്ടുന്നത് 1/3, 1 - P കിട്ടുന്നത് 2/3, ക്യൂയുടെ വാല്യൂ കിട്ടുന്നത് 2/3, 1 - Q കിട്ടുന്നത് 1/3. വാല്യൂ ഓഫ് ഗെയിം 0. കണ്ടോ? നിങ്ങൾ ചെയ്ത് നോക്കുക. ഹോംവർക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണ്ട. കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയക്കണ്ട. കിട്ടിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് അയച്ചു തന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ നിങ്ങളെ സ്പേസും നിങ്ങളെ ചാർജും നെറ്റും തീർക്കണ്ടല്ലോ. കിട്ടിയിട്ടില്ലാത്തവര് എനിക്ക് അയച്ചു തരണം. അത് ചെയ്യാൻ പറ്റാത്തവരും കിട്ടിയിട്ടില്ലാത്തവരും എന്തുകൊണ്ടാണെന്ന് എനിക്ക് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റും കൂടി പറഞ്ഞിട്ട് നിർത്താം. നെക്സ്റ്റ് കൺസെപ്റ്റ് ഗ്രാഫിക് മെത്തേഡ്. സെക്കൻഡ് സ്ട്രാറ്റജി ആണ് ഗ്രാഫിക് മെത്തേഡ്. സോ ഗ്രാഫിക് മെത്തേഡ്, ഇഫ് ദർ ഈസ് ഓൺലി 2 × 2 പേ ഓഫ് മെട്രിക്സ്, ഇഫ് വൺ പ്ലെയർ ഹാസ് 2 സ്ട്രാറ്റജി ഓൺലി ഇൻ എ ഗെയിം, ഗ്രാഫിക് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് 2 graphs. Pay of gains available to player A versus his strategies options. Pay of losses faced by the player B, his strategies options. There is the game in the form of 2 × n and m × 2 games. ഒന്നുമില്ല, ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദർ ഇസ് ഓൺലി 2 × 2 പേ ഓഫ് മെട്രിക്സ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 × 2 പേ ഓഫ് മെട്രിക്സിലൂടെ ഗ്രാഫ് വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇഫ് വൺ പ്ലെയർ ഹാസ് 2 സ്ട്രാറ്റജി, ഒരു പ്ലെയർക്ക് 2 സ്ട്രാറ്റജി ഉണ്ടാവും, ഓൺലി ഇൻ എ ഗെയിം. അതുപോലെ തന്നെ ഒരു പ്ലെയർക്ക് 2 സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 2 കോളം 2 റോ, അതന്നെ ഉദ്ദേശിക്കുന്നത്. സോ ഗ്രാഫിക് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് 2 graphs. 2 ഗ്രാഫ്സിൽ നമുക്ക് അതിനകത്ത് വരയ്ക്കാം. പേ ഓഫ് ഗെയിൻസ്, ഗെയിൻ നേടുന്നത്. അവൈലബിൾ ടു പ്ലെയർ എസ് വേഴ്സസ് ഹി സ്ട്രാറ്റജീസ് ഓപ്ഷൻ. ഗെയിൻ ഉണ്ടാവുന്ന നമുക്ക് പ്ലെയർ എക്ക് സ്ട്രാറ്റജീസ് ഓപ്ഷൻ, ഏത് സ്ട്രാറ്റജി ഓപ്ഷൻ വെച്ചിട്ടും നമുക്ക് അവർക്ക് മിക്സഡ് സ്ട്രാറ്റജിയാണ് പലപ്പോഴും യൂസ് ചെയ്യുക ഗെയിൻ നേടാൻ. പേ ഓഫ് ലോസസ്, നഷ്ടം വരുന്നത്. ഫേസ്ഡ് ബൈ ദ പ്ലെയർ ബി, ഹിസ് സ്ട്രാറ്റജീസ് ഓപ്ഷൻ. ഒരു പ്ലെയർക്ക് ബെസ്റ്റ് ആണെങ്കിൽ ഒരു പ്ലെയർക്ക് എന്തായിരിക്കും, വേസ്റ്റ് ആയിരിക്കും. അത് തന്നെയാണ് പറയുന്നത്. ഒരാൾ ഗെയിൻ ആവുന്നുണ്ടെങ്കിൽ ഒരാൾ എന്ത് വരും, ലോസ് വരും. അതല്ലേ ഗെയിമിന്റെ പ്രത്യേകത. സോ ദർ ഈസ് ഗെയിം ഇൻ ദ ഫോം ഓഫ് 2 × n. അപ്പൊ ഈ ഗെയിമിനെ നമുക്ക് 2 × n ആൻഡ് m × 2 games എന്ന് പറയാം. 2 × n ഉം m × games എന്നും ഇതിനെ പറയാം. ഓക്കെ, എന്താണെന്നും കൂടി മനസ്സിലാക്കിക്കാം. 2 × n games എന്ന് പറഞ്ഞാല് 2 × n games, ഇറ്റ് ഹാസ് നോ സാഡിൽ പോയിന്റ്. അതിന് എന്തുണ്ടാവില്ല, സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല. ലെറ്റ് പ്ലെയർ എ എന്ന് പറയുന്ന പ്ലെയർക്ക് A1 A2 എന്ന് പറയുന്ന 2 സ്ട്രാറ്റജി ഉണ്ടാവും. ബി എന്ന് പറയുന്ന പ്ലെയർക്ക് B1 B2 B3 എന്ന് പറയുന്ന 3 സ്ട്രാറ്റജി ഉണ്ടാവും. സോ പ്രോബബിലിറ്റീസ് ഓഫ് P ആൻഡ് 1 - P where player A uses of 2 strategy. പ്രോബബിലിറ്റിയെ നമ്മൾ Pയും 1 - P എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യും.
എസ് എക്സ്പെക്റ്റഡ് പേ ഓഫ് വെരി ലീനിയർലി വിത്ത് പേ. എയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് പിയുടെ ലീനിയർ ആയിരിക്കും, എന്നാൽ കറക്റ്റ് ആയിരിക്കും എന്നർത്ഥം. അക്കോർഡിംഗ് ടു മാക്സിമിൻ ക്രൈറ്റീരിയ, അവിടെ നമ്മൾ ഏത് ക്രൈറ്റീരിയ യൂസ് ചെയ്യും? മാക്സിമിൻ ക്രൈറ്റീരിയ യൂസ് ചെയ്യും. എ ഷുഡ് സെലക്ട് ദ വാല്യൂ ഓഫ് പി. എ പിയുടെ വാല്യൂ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വിത്ത് മാക്സിമൈസ് ഹിസ് മിനിമം എക്സ്പെക്റ്റഡ് പേ ഓഫ്, അവിടെ നമുക്ക് മിനിമം എക്സ്പെക്റ്റഡ് പേ ഓഫിയുടെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. This can be shown by plotting the point during lines of the strategy B1, B2, etc. Bn in the graphs. അതിലൂടെ നമുക്ക് ആ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് വരക്കാൻ പറ്റും B1ഉം B2ഉം B3ഉം Bn വരെ. ഓക്കെ, സോ നോക്കിക്കോ ഒന്നും കൂടിയും. 2 into n ഗെയിംസിൽ നോ സാഡിൽ പോയിന്റ് ആണ്. എക്ക് 2 സ്ട്രാറ്റജി ഉണ്ട്, A1 A2. പക്ഷെ ബിക്ക് 3 സ്ട്രാറ്റജി ഉണ്ടാകും, B1ഉം B2ഉം B3ഉം. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പി ആൻഡ് 1 - p ആണ്. എ 2 സ്ട്രാറ്റജി യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എ എക്സ്പെക്റ്റഡ് പേ ഓഫ് വെരി ലീനിയർ വിത്ത് പി. പിയുമായിട്ട് പ്രോബിലിറ്റി ആയിട്ട് വെരി ലീനിയർ ആയിരിക്കും എ. അക്കോർഡിംഗ് ടു മാക്സിമിൻ ക്രൈറ്റീരിയ, ഇവിടെ യൂസ് ചെയ്യുന്നത് മാക്സിമിൻ ക്രൈറ്റീരിയ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് സെലക്ട് ദ വാല്യൂ ഓഫ് പി വിത്ത് മാക്സിമൈസ് ഹിസ് മിനിമം എക്സ്പെക്റ്റഡ് വാല്യൂ. എന്നാൽ റോ ബേസ്ഡ് ക്രൈറ്റീരിയ ആണെന്ന് അർത്ഥം. മാക്സിമം വാല്യൂ യൂസ് ചെയ്യും, മിനിമം എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്നും മാക്സിമം വാല്യൂ നമ്മൾ യൂസ് ചെയ്യും. മാക്സിമം വാല്യൂ ആണ് എടുക്കുക. ദിസ് ക്യാൻ ബി ബൈ പ്ലോട്ടിംഗ് ദ പോയിന്റ്സ്. ഇത് നമ്മളൊരു പോയിന്റ്സിൽ പ്ലോട്ട് ചെയ്തിട്ട് ഒരു ഡ്രോ ലൈനിൽ വരക്കാണ്, ഗ്രാഫ് അല്ലേ. ആ സ്ട്രാറ്റജിക്ക് നമുക്ക് B1, B2, Bn വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, പ്ലെയർ എ A1 A2 2 സ്ട്രാറ്റജി ഉണ്ട്. പ്ലെയർ ബിക്ക് 3 സ്ട്രാറ്റജി ഉണ്ട്, B1 B2 B3. B1 8 - 2, B2 4 - 1, B3 -2 3. നമുക്ക് അതിന്റെ ബേസിൽ ഗ്രാഫ് വരക്കാം. ഗ്രാഫ് വരക്കാം 2 into n ഗെയിം ആദ്യം വരക്കാം. 2 into n എന്ന് പറയുമ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്, കാരണം എക്ക് 2 എണ്ണേ ഉള്ളൂ 2. അപ്പോൾ A1ഉം A2ഉം 2 ആയിരിക്കും. n എന്ന് പറയുന്നത് ബി ആണ്. ബിക്ക് എത്ര എണ്ണം ഉണ്ട്? B1 B2 B3 ഉണ്ട്. അപ്പോൾ 2 into 3. മനസ്സിലായോ? 2 into 3 ഗെയിംസ് വിത്ത് ഹാസ് നോ സാഡിൽ പോയിന്റ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരക്കുക 2 സൈഡിലും. സാധാ ഗ്രാഫ് വരക്കൽ എക്സും വൈയും അല്ല, ഗെയിം തിയറിയിൽ ഇങ്ങനെയാണ് വരക്കുക. 2 സൈഡിലും ഒരേ പോയിന്റ് അടയാളപ്പെടുത്തുക. 8 A7 6 5 4 3 2 1 0. കാരണം മൈനസ് ഉള്ളത് കൊണ്ട് ഇവിടെ മൈനസ് അടയാളപ്പെടുത്തണേ. -4 വരെ ക്വസ്റ്റ്യനിലുണ്ട്. -1 -2 -3 -4. ഫസ്റ്റ് നിങ്ങൾ ആ ടേബിൾ എടുത്ത് നോക്ക്. 8ഉം അതുപോലെ തന്നെ മൈനസ്, ഇവിടെ നോക്കൂ 8 -2 ആണ്. B1 എന്ന് പറയുന്ന കോളം നോക്കൂ, B1 എന്ന് പറയുന്ന കോളം നോക്കൂ. 8ഉം -2 ആണ് ലിങ്ക് ചെയ്യുന്നത് അല്ലേ. P1 കോളം ബേസിലാണ് നമ്മൾ വരക്കുന്നത്. 8 -2. അപ്പൊ -2ന്നും 8ലേക്ക് ഒരു ലൈന് വരക്കുക, അതിനെ B1 എന്ന് പറയും. നെക്സ്റ്റ് B2 എന്ന് പറയുന്ന ലൈൻ എങ്ങനെ വരക്കുക? 4 - 1. 4 എന്ന് പറയുന്നത് -1ലേക്ക് ലൈൻ വരക്കുക. 4ഉം -1ലേക്ക് ഒരു ലൈൻ വരക്കുക, അതിന് നേരെ B2 എഴുതും. ഇനി B3 എങ്ങനെ പറയുന്നത്? -2 3. -2 3യും -2. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ A1 A2 എന്ന് എഴുതണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമായിരിക്കും. ഒരു സൈഡിൽ A1 എന്ന് എഴുതാം, മറ്റേ സൈഡിൽ എന്താണ് A2. അപ്പൊ A1 നോക്കണേ, വെറുതെ അങ്ങ് എഴുതി പോരുത്. A1 എന്ന് പറയുന്ന ആ ഒരു റോയുടെ B1 എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ ഏതാ? 8. അതുകൊണ്ടാണ് നമ്മൾ A1ൽ 8 കൊടുത്തത്. ഇനി അത് A2ലാവുമ്പോഴോ -2. അതാണ് B1 ലൈന്. ഇനി B2 ലൈനോ? B2 ലൈനിൽ A1ന്റെ വാല്യൂ എത്രയാ? 4. കണ്ടോ? A1ൽ 4 കൊടുത്ത്, B2ൽ. A2ലോ -1. അപ്പോൾ 4 to -1 ആണ്, 4 to -1 ആണ് B2. ഇനി B3 എന്ന് പറയുന്നത് A1ൽ എന്താണ്? B3 എന്ന് പറയുന്നത് A1ൽ -2 ആണ്, A2ൽ 3 ആണ്. കണ്ടോ? അതുകൊണ്ടാണ് A1ൽ -2ഉം A2ൽ എന്ത് ചെയ്ത് 3 എടുത്തത്. അല്ലാണ്ട് തോന്നുന്ന പോലെ എടുത്തതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഈ പോയിന്റ് -2 അവിടെ സ്ട്രേറ്റ് ലൈൻ നമ്മൾ വരക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2-3 പോയിന്റ് കാണാം. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് M, അതുപോലെ B1ഉം B2ഉം കൂടി കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, നമ്മൾ അതിന് N എന്ന് പറയും. അതുപോലെ തന്നെ B3യും B2ഉം കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റിന് 0 എന്ന് പറയും. -2ഉം ഇവിടെ ഒരു കറക്റ്റ് സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ വരക്കുന്ന പോയിന്റിന് P എന്ന് പറയും. കാരണം അവിടെ നമ്മൾ എഴുതും ലോവർ ഏരിയ ബൗണ്ടഡ് ബൈ ദ ലൈൻ B1, B2 and B3 is MNOP.
O is the required point because it is the maximum point. O ആണ് അവിടുത്തെ ഏറ്റവും മാക്സിമം പോയിന്റ്. പോയിന്റ് O is intersected by B2 and B3. കണ്ടോ, പോയിന്റ് O എന്ന് പറയുന്നത് B2 B3 കൂടി ഇൻസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. സോ വി ക്യാൻ ഇഗ്നോർ അതർ പോയിന്റ്സ്. അപ്പൊ B2 B3 കൂടി ഉള്ള ഈ പോയിന്റിനെ നമ്മൾ എടുക്കും. അതുകൊണ്ട് ബാക്കിയുള്ള പോയിന്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? B2 B3 ഉള്ള പോയിന്റിനെ എടുത്തിട്ട് ബാക്കിയുള്ള അതർ പോയിന്റ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. ഇഗ്നോർ ചെയ്യുമ്പോൾ ഏതാ ഇഗ്നോർ ചെയ്യുന്നത്? ശരിക്ക് B2 B3 എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ B1 ക്യാൻസൽ ആയി പോയി എന്നർത്ഥം. ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. B2 B3 എടുക്കുന്ന ആ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഏറ്റവും വാല്യുബിൾ പോയിന്റ്. അപ്പൊ ആ 0 O എന്ന് പറയുന്ന പോയിന്റ് മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ B2 B3 എടുക്കുക. അപ്പൊ B1 എന്തായി? ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് പുതിയ മെട്രിക്സ് റെഡ്യൂസ് ചെയ്യാം, പുതിയ മെട്രിക്സ് ഉണ്ടാക്കാം. ദെൻ റെഡ്യൂസ് ദ മെട്രിക്സ്. മെട്രിക്സ് റെഡ്യൂസ് ആയി ചുരുങ്ങി. നോക്കൂ, പ്ലെയർ എയിൽ 2 സ്ട്രാറ്റജി, A1 A2. പ്ലെയർ ബിയിൽ ഇപ്പൊ 2 ഉള്ളൂ. B1 നമ്മൾ ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കി. B2 B3 4 -1 -2 3. അപ്പോൾ നമുക്ക് 2 × 2 ആയില്ലേ? ഓക്കെ, 2 × 2 ആയി. ഇനി നമുക്ക് വാല്യൂ കാണാം. 2 × 2 ആയി കഴിഞ്ഞാൽ വാല്യൂ കാണാം. ഒപ്റ്റിമൽ സ്ട്രാറ്റജി A1 and A2 പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് വാല്യൂ എഴുതാം. A4 നമുക്ക് കിട്ടിയ ആ ടേബിളിലെ വാല്യൂ A4, B -2, C -1, D3. ഇനി നമുക്ക് വാല്യൂ കാണാം. പ്ലെയർ എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി വെച്ചിട്ട് ചെയ്യാം. P = D - C / A + D - B + C = 3 മൈനസ് വരുമ്പോൾ ശ്രദ്ധിക്കണേ. 3 - -1 / 4 + 3 - -2 + -1 = 3 - -1 എന്ന് പറയുമ്പോൾ 4 / 10. 3 + 4 7, -2 -1 ആഡ് ചെയ്യുമ്പോൾ -3 വരും. സോ 3 + 7 -3 വരുമ്പോൾ 10 ആവും. അറിയാലോ, ഒന്നും ഞാൻ പറയണ്ടല്ലോ. 4 / 10 = 2/5. ഇനി 1 - P = 1 - 2/5 = 5/5 - 2/5 = 3/5. ഇനി പ്ലെയർ ബി സ്ട്രാറ്റജി B1 and B2. Q = D - B / A + D - B + C = 3 - -2 / 4 + 3 - -2 + -1 = 5 / 7 - -3 = 5 / 10 = 1/2. So 1 - Q = 1 - 1/2 = 2/2 = 2/2 - 1/2 = 1/2. സോ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഓഫ് എ നമുക്ക് 2/3 3/5 കിട്ടും. ബി 1/2 1/2 കിട്ടും. സോ നെക്സ്റ്റ് വാല്യൂ ഓഫ് ഗെയിം AD - BC / A + D - B + C = 4 × 3 - -2 × -1 / 4 + 3 - -2 + -1 = 12 - 2 / 7 - -3 = 10 / 10 1. അപ്പോൾ നമുക്ക് വാല്യൂ 1 കിട്ടും. വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് M × 2 അല്ലെങ്കിൽ നമ്മൾ M × N എന്ന് പറയുന്നില്ല. M എന്ന് പറയുന്നത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? M × 2 മെട്രിക്സ് നമ്മൾ പറയും. ഇവിടെ എന്താ? ഇൻ കേസ് A ഹാസ് ആൻ M സ്ട്രാറ്റജി. ഹിയർ വി വാണ്ട് ടു ഡ്രോ 2 വെർട്ടിക്കൽ ലൈൻസ് B1 and B2 and draw lines A1 and A2 etc. For this game we will get a maximum point which will be the lowest point on the upper boundary instead of highest point on the lower boundary. Solving 2 × 2 matrix, we will get the value of game and optimal strategy. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒപ്റ്റിമൽ സ്ട്രാറ്റജി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. കേസ് എയിൽ M സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ എഴുതിയതിന് പകരം ഇതും കൂടി ചെയ്യാം. 2 × N എന്ന് പറയുന്നതിന് പകരം M × 2 വെച്ചിട്ടും ചെയ്യാമെന്ന് അർത്ഥം. വി വാണ്ട് ടു ഡ്രോ. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ B1 B2 വെച്ചിട്ട് ലൈന് വെച്ചിട്ട് വരക്കാം. എന്നിട്ട് നമുക്ക് മാക്സിമം മിനിമം പോയിന്റ്, ലോവസ്റ്റിലെ മിനിമം പോയിന്റ്, അപ്പർ ബൗണ്ടറിയിലെ മിനിമം പോയിന്റ്, നമ്മൾ നേരത്തെ മാക്സിമം പോയിന്റ് അല്ലേ കണ്ടുപിടിച്ചത്, അതിന് പകരം മിനിമം പോയിന്റും കണ്ടുപിടിച്ചിട്ട് നമുക്ക് 2 × 2 മെട്രിക്സ് ഇതേപോലെ തന്നെ ഒപ്റ്റിമൽ സ്ട്രാറ്റജിയിൽ സോൾവ് ചെയ്യാം. പക്ഷെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ സോൾവ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ 2 × N മെട്രിക്സ് വെച്ചിട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇതിലും ചെയ്യാമെന്ന് അർത്ഥം. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഫസ്റ്റ് 2 × N ഗെയിംസിൽ വെച്ച് നോ സാഡിൽ പോയിന്റ് A1 A2 എടുത്ത് B1 B2 B3 എടുത്ത്, അപ്പോൾ എയുടെ വാല്യൂ P and 1 - P എടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
മെട്രിക്സ് ഇങ്ങനെ എഴുതി A1 A2 B1 B2 B3 വാല്യൂ എഴുതി. നമ്മൾ A1ഉം A2ഉം ഇവിടെ ഡോട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂസ് എൻ്റർ ചെയ്ത് 2 into 3 ഗെയിംസ് ആണ് സാഡിൽ പോയിന്റില്ല. ഓരോന്നിൻ്റെയും വാല്യൂ എഴുതി. സോ B1 എന്ന് പറയുന്ന കോളം A2 -2 ആയിരുന്നു. B2 കോളം 4 -1, B3 കോളം -2 3. അത് നമ്മളിവിടെ ലൈൻ ചെയ്ത് എന്നിട്ട് ലോവസ്റ്റ് ഏരിയ ഓഫ് B1 B2 B3 MNOP രേഖപ്പെടുത്തി. അതിനകത്ത് മാക്സിമം പോയിന്റ് O ആണ്. സോ പോയിന്റ് O ഈസ് ഇന്റർസെക്റ്റഡ്. അപ്പോൾ മാക്സിമം പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് B2ഉം B3ഉം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ B1 എന്ന് പറയുന്ന ലൈന് ഇഗ്നോർ ചെയ്യാണ്. അങ്ങനെ മെട്രിക്സ് റെഡ്യൂസ് ചെയ്ത് പ്ലെയർ എയിൽ A1ഉം A2ഉം പ്ലെയർ ബിയിൽ B2ഉം B3ഉം 4 -1 -2 3 ആയി. ആ 2 into 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രോബബിലിറ്റി മെത്തേഡ് തന്നെ ചെയ്ത പോലെ ചെയ്യാം. ഒപ്റ്റിമൽ സ്ട്രാറ്റജി A1 and A2 ഓർ പ്രോബബിലിറ്റി A4 B -2 C -1 D 3. സോ പ്ലെയർ A P കണ്ടുപിടിക്കാൻ D - C ഡിവൈഡ് ബൈ A + D - B + C. വാല്യൂ കിട്ടുക 2/5. സോ 1 - P വാല്യൂ കിട്ടുക 3/5. പ്ലെയർ B സ്ട്രാറ്റജി B1 B2 Q D - B ഡിവൈഡ് ബൈ A + D - B + C. വാല്യൂ കിട്ടുക 1/2. 1 - Q കിട്ടുക 1/2. സോ ഒപ്റ്റിമൽ സ്ട്രാറ്റജി A 2/3 3/4 B 1/2 1/2. സോ വാല്യൂ ഓഫ് ഗെയിം കാൽക്കുലേറ്റ് ചെയ്യാം. AD - BC ഡിവൈഡ് ബൈ A + D - B + C. വാല്യൂ ഓഫ് ഗെയിം 1 കിട്ടും. 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ. അപ്പം നമുക്ക് വാല്യൂ കിട്ടി 1 ആണ് വാല്യൂ. ഇനി വേണമെങ്കിൽ M into 2 മെട്രിക്സ് വെച്ചിട്ട് ഇത് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് A M സ്ട്രാറ്റജി ആണ്. ഹിയർ വി വാണ്ട് ടു ഡ്രോ 2 വെർട്ടിക്കൽ ലൈൻസ് B1 and B2 ആണ് വരക്കാം. ആൻഡ് ഡ്രോ ലൈൻസ് A1 and A2. ഫോർ ദീസ് ഗെയിംസ് വി വിൽ ഗെറ്റ് എ മിനി മാക്സ് പോയിന്റ്. നേരത്തെ മാക്സി മിൻ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാക്സി മിൻ പോയിന്റ് ആണ്. ഇവിടെ എന്താണ് മിനി മാക്സ് പോയിന്റ് ചെയ്യാം. വിച്ച് വി വിൽ ബി ലോവസ്റ്റ് പോയിന്റ് ഇൻ ദ അപ്പർ ബൗണ്ടറി ഇൻസ്റ്റെഡ് ഓഫ് ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ലോവർ ബൗണ്ടറി. സോൾവിംഗ് 2 into 2 മാട്രിക്സ് വി വിൽ ഗെറ്റ് വാല്യൂ ഓഫ് ഗെയിം ആൻഡ് ഒപ്റ്റിമം സ്ട്രാറ്റജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മളിന്ന് പറഞ്ഞത് ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആണ്. കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 3 പറഞ്ഞ് പ്രോബബിലിറ്റി മെത്തേഡിൽ എങ്ങനെ മെട്രിക്സ് ചുരുക്കുന്നുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞ് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. ദെൻ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെയാണ് വാല്യൂ ഓഫ് ഗെയിം കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 into 2 മെട്രിക്സിലാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 into n ഗെയിമും M into 2 ഗെയിമും മെട്രിക്സ് യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ 2 into n ഗെയിം മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഡയഗ്രാം വരച്ച് റെഡ്യൂസ് ചെയ്ത് വാല്യൂ ഓഫ് ഗെയിം 1 വരെ എത്തിച്ചു. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.